ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കടക്കം വ്യക്തമായ മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 3 ദിവസത്തെ വലിയ തോതിലുള്ള വ്യോമ ആക്രമണങ്ങൾക്ക് പിന്നാലെ രാജ്യത്തിൻ്റെ മുന്നിൽ പ്രധാനമന്ത്രി നടത്തിയ നീക്കങ്ങൾ, ഇതിന് പിന്നിലുണ്ടായ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, വെടിനിർത്തലിന് പിന്നിലുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾ ഇവയൊക്കെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. 8 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് 3 ദിവസത്തെ ആ ഒരു ആക്രമണത്തിൻ്റെ തൊട്ട് പിന്നാലെ പ്രധാനമന്ത്രി പെട്ടെന്ന് അല്ലെങ്കിൽ രാജ്യം പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് സംബന്ധിച്ച വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയായിരുന്നു. അതായത് പെട്ടെന്ന് അമേരിക്ക ഇടപെട്ട് നിർത്തി എന്നുള്ള സംഭവം, അമേരിക്ക ഇടപെട്ട് ആ ഒരു വെടിനിർത്തൽ വരുന്നു. അതേസമയം ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാൻ എന്നുള്ള വിളിയാണ്, അല്ലെങ്കിൽ DGMOയുടെ പിന്നെ ഒരു ഫോൺ സന്ദേശമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതായത് ഈ 2 വാദങ്ങൾ നിൽക്കുന്നു. അമേരിക്ക ഔദ്യോഗികമായി പറയുന്നു ഞങ്ങളാണ് ഇതിന്, അതായത് ഈ വെടിനിർത്തലിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആ രീതിയിൽ അവകാശപ്പെടുന്നു. അതേസമയം ഇന്ത്യ എടുത്ത നിലപാട് പാകിസ്ഥാൻ DGMO ആണ് ഇതിൻ്റെ ആദ്യത്തെ ഫോൺ വിളിച്ചത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ DGMOയുടെ ആ ഫോൺ കോളാണ് പിന്നീട് ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങിയത് എന്നുള്ളത്. ഏതായാലും ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് എവിടെയോ ആണ് സത്യം നിൽക്കുന്നത്. ആ കാര്യം ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് ഇന്ന് 8 മണിക്കുള്ള അഭിസംബോധനയിൽ പറയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ പെഹൽഗാം സംഭവത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് മധുബനിയിൽ, ബീഹാറിലെ മധുബനിയിൽ തൊട്ട് പിറ്റേ ദിവസം നടന്ന ഒരു പൊതുയോഗത്തിലായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഏകദേശം 14 ദിവസം കഴിഞ്ഞ ശേഷമാണ് 15-ാം ദിവസമാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. 9 ക്യാമ്പുകൾ, ഭീകര ക്യാമ്പുകൾ, ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു ഇത് പാകിസ്ഥാനിലെയും അതോടൊപ്പം തന്നെ പാക് അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച ശേഷം പാകിസ്ഥാനിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുന്നു, ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു. അതിനെ ഇന്ത്യ പ്രതിരോധിക്കുന്നു. വീണ്ടും പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. 3-ാം ദിവസവും പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ഇവയെല്ലാം നടത്തി വലിയൊരു മുന്നേറ്റം മേൽക്കൈ ഇന്ത്യക്ക് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് വെടിനിർത്തൽ എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. അതും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും. അമേരിക്കൻ പ്രസിഡന്റ് തൻ്റെ എക്സ് ഹാൻഡിലൂടെയാണ് അക്കാര്യം പറയുന്നത്. ആ തീരുമാനത്തിന് തൊട്ട് പിന്നാലെ ഇന്ത്യ ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നു ഞങ്ങൾ അത്തരത്തിലൊരു അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ്റെ DGMOയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഫോൺ കോളാണ് ഇതിന് തുടക്കം എന്നുള്ളത്. അതിൽ ഒരു വ്യക്തത വരുത്തേണ്ട 2 കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒന്ന്, അമേരിക്ക എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരു മൂന്നാമത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ രാജ്യത്ത് വെച്ചിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ചർച്ചയും ഒരു വിഷയത്തിലും കശ്മീരുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാമത് നടത്തിയ ഒരു പോസ്റ്റിൽ പറയുന്നത് കശ്മീർ വിഷയത്തിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാർ എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കശ്മീർ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും മൂന്നാമതൊരു മധ്യസ്ഥതയ്ക്കോ അല്ലെങ്കിൽ 3ാം കക്ഷിയുടെ ഇടപെടലിനോ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിലും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമോ എന്നാണ് അറിയേണ്ടത്. അതായത് കശ്മീർ വിഷയത്തിൽ ഒരു മധ്യസ്ഥത അല്ലെങ്കിൽ അമേരിക്കയുടെ മധ്യസ്ഥത അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടലിലൂടെ അത് തീർക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുമോ എന്നുള്ളതാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ രാജ്യത്തോട് ആദ്യത്തെ അഭിസംബോധനയാണിത്. നിരവധി ചോദ്യങ്ങൾ നിൽക്കുന്നു. ഒന്ന്, അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച്. 2, ഒരു നിഷ്പക്ഷ രാജ്യത്തുള്ള ചർച്ചയെക്കുറിച്ച്. 3ാമത് കശ്മീർ വിഷയത്തിലെ ഒരു മധ്യസ്ഥത സംബന്ധിച്ച്. ഈ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വ്യക്തത വരുത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്.